ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മെയിൻ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 110/21. അതിന് മുമ്പ് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. ഒന്നാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായുള്ള സമീപനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 എന്നിവ. ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക. അടുത്ത ചോദ്യം: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 3, 4 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. അടുത്ത ചോദ്യം: ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ. അടുത്ത ചോദ്യം: ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാം കറക്റ്റായ ജോഡി തന്നെയാണ് ഇവർ തന്നിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം: പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ശാന്തിനികേതൻ. 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 2, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു, പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം: ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ഉത്തരം ആഗ്നേയ ശിലകൾ. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. മർദ്ദാചെരിവ് മാനബലം, ഘർഷണബലം, കോറിയോലിസ് ബലം. കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ബാരൻ ദ്വീപ്. പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. അടുത്ത ചോദ്യം: കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 2 ആണ്. പാത്കായിബും ജയന്തിയ കുന്നുകളും. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം 5ാം പഞ്ചവത്സര പദ്ധതി. വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ മന്ത്രി? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ആഗോളതാപനം ഭൗമാന്തരീക്ഷത്തിലുള്ള താപവർദ്ധനയെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന? ഉത്തരം 16.5%. 2020 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ? പോളാർ മിൽഗ്രാം, റോബർട്ട് ബിവിൽസൺ. അടുത്ത ചോദ്യം: 1ാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു? ഉത്തരം AK ഗോപാലൻ. കേരളത്തിലെ തെക്കേയറ്റ നിയമസഭാ മണ്ഡലം? ഉത്തരം നെയ്യാറ്റിൻകര. വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനൽ. ഭരണഘടനയുടെ 352ാം വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത്? ഉത്തരം കേരള കയർ കോർപ്പറേഷൻ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ? ഉത്തരം ഡോക്ടർ PM മുബാറക് പാഷ. സമാധാനപരമായി ആയുധമില്ലാത്ത സംഘടിക്കുവാനുള്ള അവകാശമാണ്? ഉത്തരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരമാണ്? ഉത്തരം മലബാർ കർഷക സമരം.
പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കൽ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. ഉത്തരം 127 ഭരണഘടനാ ഭേദഗതി. ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉത്തരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. ജസ്റ്റിസ് NV രമണ ഇപ്പോഴത്തെ. ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണയായിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോഴത്തെയാണ്. 2025 ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഉത്തരം പൊതുജനാരോഗ്യം. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 3 ആണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം, അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്തത രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം 1, 3. ക്രിട്ടിനിസം, മിക്സഡിമ. അടുത്ത ചോദ്യം, നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. അടുത്ത ചോദ്യം, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഏത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം ബാക്ടീരിയ. ആശാപ്രവർത്തകരുടെ യോഗ്യത. ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ +2 പാസ്സായിരിക്കണം എന്നാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ അതേ പഞ്ചായത്തിലെ വ്യക്തിയായിരിക്കണം, ഒരു വനിതയായിരിക്കണം, 25-നും 45 വയസ്സിൽ പ്രായപരിധിയിലുള്ള ആളാകണം. അടുത്ത ചോദ്യം, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ അംഗീകാരം കിട്ടിയ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഫൈസർ. രക്തസമ്മർദ്ദത്തെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. പുകവലി രക്തസമ്മർദ്ദം കൂട്ടും. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി 3ഉം ശരിയായവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക. രോഗി സൗഹൃദ ആശുപത്രി ആക്കുക. മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഉത്തരം കോൺവെക്സ് ദർപ്പണങ്ങൾക്ക്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അഡ്ഹീഷൻ ബലം. അടുത്തത്, 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? ഉത്തരം 2000 കിലോ മാസുള്ള ബസ്സിന്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞരുടെ പേരിലാണ് HD 86081 എന്ന നക്ഷത്രത്തിന് നൽകിയത്? ഉത്തരം ബിഭ ചൗധരി. ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം തേനി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ബോയിൽ നിയമം. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഉത്തരം പ്രോട്ടോൺ. അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഉത്തരം ലീച്ചിങ്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇവരിൽ ആർക്കാണ്? ഉത്തരം ജെന്നിഫർ ഡൗഡ്ന. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ഉത്തരം ശാസ്ത്രം. ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി? ഉത്തരം കാഞ്ഞൂർ പള്ളി. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദ്വിഗിജയത്തിനെൻ സർഗശക്തിയ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നാണ്? ഉത്തരം അശ്വമേധം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. PV സിന്ധു ആണ് ബാഡ്മിന്റണിൽ വെള്ളി നേടി തുടർച്ചയായ 2 ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കി 3ഉം ശരിയായ പ്രസ്താവനയാണ്. കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്ക് ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഭുവനേശ്വർ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഉത്തരം മാർഗംകളി തിരുവനന്തപുരം എന്നുള്ളതാണ് ശരിയല്ലാത്ത ജോഡി. ശരിയായവ ഗദ്ദിക വയനാട്, അർജുന നൃത്തം കോട്ടയം,
കണ്യാർകളി, പാലക്കാട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഉത്തരം UA ഖാദർ. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് G-Suite. അടുത്ത ചോദ്യം, ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം URL. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഉത്തരം 12. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തതേത്? വിൻഡോസ്. ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഉത്തരം 66F. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? ഇവയിൽ തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയായ ഉത്തരമില്ല. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഉത്തരം സംസ്ഥാന സർക്കാർ. 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമം അനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. മേൽപ്പറഞ്ഞ ഉത്തരം എയും ബിയും ശരിയാണെന്നുള്ളവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ട്രിബ്യൂണലിലെ അധ്യക്ഷൻ സബ് ഡിവിഷൻ ഓഫീസറിൽ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. അടുത്ത, ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങൾ ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിന്റെ ശരിയായ ഉത്തരം, അന്നത്തെ ഉത്തരം നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2020 നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണെന്നുള്ളതായിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അന്നത്തെ ശരിയായ ആൻസർ. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അതല്ല. ഇപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി. പ്രസ്താവന 1 മാത്രമാണ് ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്ന് ഉള്ളതിന് ആൺ പെൺ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരത്തിന്റെ ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നീട് എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 71 ഓപ്ഷൻ സി, 72 ഓപ്ഷൻ ഡി, 73 ഓപ്ഷൻ എ, 74 ഓപ്ഷൻ ബി, 75 ഓപ്ഷൻ സി, 76 ഓപ്ഷൻ ഡി, 77 ഓപ്ഷൻ ഡി, 78 ഓപ്ഷൻ എ, 79 ഓപ്ഷൻ സി, 80 ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, read the following 4 parts of a sentence and rearrange them to make a meaningful sentence. Then identify which part should come second in the sentence. Answer is option C ആണ്. നമുക്ക് ഒരുമിച്ചൊന്ന് ചേർത്ത് വായിച്ചു നോക്കാം. To be human is to engage in relationship with others and with the world. ഓർഡർ വരുന്നത് BCAD എന്നുള്ളതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈസ് ടു എൻഗേജ് എന്നുള്ള പാർട്ടാണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൺ സെൻറ്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ഇതിൻ്റെ സെൻറ്റൻസ് വരുന്നത് ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ഹാവിങ് ദ ഷാഡോ ഓഫ് അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കറക്റ്റ് ഇത് ഹാവിങ് ദ ഷാഡോ എന്നൊരിക്കലും അതൊരു ലോജിക്കലി ഇൻകറക്റ്റ് ആണ്. സോ അവിടെ വരുന്നത് ബീയിങ് ദ ഷാഡോ ഓഫ് അതേഴ്സ് എന്ന് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തെറ്റായ പാർട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ബീയിങ് ദ ഷാഡോ ഓഫ് അതേഴ്സ് എന്നാണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം if she had had a scooter. അടുത്ത ചോദ്യം, ഇഷാൻ asked her, why didn't you tell me? The sentence can be reported as ഇഷാൻ asked her why she hadn't told him. അടുത്ത ചോദ്യം, the captain as well as the players was responsible for the failure. അടുത്ത ചോദ്യം, the dash look on her face was really shocking. The virulent look on her face was really shocking. അടുത്ത ചോദ്യം, his dash was that he was on board the train at the time of the crime.
His alibi was that he was on board the train at the time of the crime. He sat there for hours. അതിൻ്റെ സെയിം മീനിങ് വരുന്നത് ഓൺ എൻഡ് എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം എന്നാണ് എൻ്റെ മീനിങ്. സോ ഹി സാറ്റ് ദെയർ ഫോർ അവേഴ്സ് എന്നുള്ളതിൻ്റെ സെയിം മീനിങ്ങോട് കൂടി വരുന്നത് ഓൺ എൻഡ് ആണ്. അടുത്ത ചോദ്യം, ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. സെയിം മീനിങ് ഓഫ് ഫ്രജൈൽ വരുന്നത് ഫീബിൾ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, he didn't think of the unwelcome consequence for his unwise action. Identify the single word that can replace the underlined word. The answer is option B, ramification. അടുത്ത ചോദ്യം, പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എ. വിൺ അധികം തലം സമം വിണ്ടലം ഏത് സന്ധിയാണ്? ഉത്തരം ആദേശസന്ധി. ശരിയായ രൂപം ഏത്? മനുഷ്യത്വം. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം പരസ്യം. അർത്ഥം എഴുതുക. അഹി. ഉത്തരം പാമ്പ്. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഉത്തരം കെ ശ്രീകുമാർ. എം ഡി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഉത്തരം രണ്ടാമൂഴം. ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി? സിംഹഭാഗം. ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം? ഉത്തരം കളത്രം. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്